മനസ്സിനുള്ളിൽ തളിർത്തു നിൽക്കും മനം മയക്കണ കാലം. കുറുമ്പ് കാട്ടി തൊടിക്കു ചുറ്റും കളിച്ചിരുന്നൊരു കാലം. അതിരുകളില്ല കനവുകളേകും മധുരിതമായൊരു കാലം. അതിരുകളില്ല കനവുകളേകും മധുരിതമായൊരു കാലം. കുട്ടിക്കാലം നമ്മുടെ കുട്ടിക്കാലം. കുട്ടിക്കാലം നമ്മുടെ കുട്ടിക്കാലം. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ പറഞ്ഞ എനിക്ക് ഫസ്റ്റ് വരും എന്ന് പറഞ്ഞ് എനിക്ക് കൂടുതൽ ധൈര്യം വന്നാൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. അപ്പൊ ഹൈപ്പാടെ ഗ്രൂപ്പിൽ ആരാ കൂടെ ഉള്ള ആളിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കേ. മുബീനെയാണ് എനിക്ക് ഇങ്ങനത്തെ മൂക്ക് വെക്കണം, ഡെക്കറേഷന് കണ്ണു വെക്കണൊക്കെ പറഞ്ഞു തന്നത്. രണ്ടുപേരും ഒരുമിച്ച്. മുബീനൊക്കെ എന്താ പറയാനുള്ളത്? എനിക്കിത് ചെയ്തു തുടങ്ങിയപ്പോ തന്നെ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നെ ചെയ്തു വന്നപ്പോഴേ അത് തീർന്നു. പക്ഷെ ഇത് ചെയ്യുമ്പോ ഉണ്ടാവുന്ന ഉണ്ടാക്കിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ഉണ്ടാക്കിയപ്പോ എനിക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഉണ്ടാക്കി വന്നപ്പോ എനിക്ക് ടെൻഷനൊക്കെ മാറി. എന്തോ ഇത്രയും ഇത് ഉണ്ടാക്കുന്ന ടെൻഷൻ അടിക്കേ? എന്താ പേടി? എന്താ ഫസ്റ്റ് കിട്ടുമെന്നുള്ള പേടി, അല്ലാതെ ഉണ്ടാക്കുമ്പോ ശരിയാവോ എന്നുള്ള പേടിയില്ല. ഇല്ല. താപത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടോ? നിങ്ങളെ ഉണ്ടാക്കിയപ്പം ഇതെങ്ങനെ ഉണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ കൊള്ളാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്. അമൃതമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അമൃത ഉണ്ടാക്കിയപ്പോ? പറഞ്ഞോ. ആദ്യമേ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ചെയ്യാൻ നേരത്ത് നല്ലതായിരുന്നു. മാറി. ഉണ്ടാക്കിയപ്പോ എന്താ തോന്നുന്നു? മധുരമുണ്ട്. കഴിച്ചൊക്കെ നോക്കി. മധുരമൊക്കെ ഉണ്ട്. സെറായി നെസറിനും അടങ്ങുന്ന ഗ്രൂപ്പാണ്. സെറ അല്ല, സോറി, ആദ്യമായി നെസറിനുമാണ്. പറഞ്ഞോ. ഉണ്ടാക്കുമ്പോ ഒക്കെ പേടിയുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ മധുരം. അപ്പോഴ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട. എന്താ പറയുന്നു? നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പാചകം ചെയ്യാനുള്ള താല്പര്യമൊക്കെ തോന്നുന്നുണ്ടോ? ഉണ്ട്. വീട്ടിനായും ഷൈനായുമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടാക്കിയപ്പോ? ആദ്യം വന്നപ്പോ ഉമ്മയ്ക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു. ഉമ്മയ്ക്ക് പേടിയുണ്ടായിരുന്നു എന്തോ ആവുമെന്ന്. പിന്നെ ഉമ്മ പറഞ്ഞ് നല്ലോണം ചെയ്യണേന്നൊക്കെ പറഞ്ഞു. ഉമ്മ പറഞ്ഞു തന്നെ എങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊക്കെ പറഞ്ഞു തന്നു. ഇനിയിപ്പോ വീട്ടിൽ ചെന്നാൽ തന്നെ ഉണ്ടാക്കാവോ? ഉമ്മ ആദ്യം വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞപ്പോ ഉമ്മ എനിക്ക് ഇതിനെക്കുറിച്ച് ചെയ്യാനൊക്കെ പഠിപ്പിച്ചു തന്നായിരുന്നു. പിന്നെ പിന്നെ ആദ്യം ചെയ്തു തുടങ്ങിയപ്പോ വെള്ളം കൂടിപ്പോന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. വെള്ളം കൂടിപ്പോന്നുള്ള ടെൻഷൻ ആയിരുന്നു. പക്ഷെ ഇവളെന്റെ കൂടെ നിന്നോണ്ട് ഇച്ചിരി ധൈര്യത്തോടെ കൂടെ ഒരാളുണ്ടായതുകൊണ്ട്. ഷൈന എന്താ പറയുന്നത്? എന്റെ മേറിനായിരുന്നു നല്ലപോലെ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഇവളൂടെ ഒന്ന് ഇച്ചിരി സഹായിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതിയെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് ഉണ്ടാക്കും. ഈ വീട്ടിൽ പോയി തന്നെ ഉണ്ടാക്കും. ഇതായും ഐഷായുമാണ്. എങ്ങനെ ഉണ്ടായിരുന്നത് നിങ്ങൾ അവല് നനച്ച് എക്സ്പീരിയൻസ്? കൊള്ളായിരുന്നു. രണ്ടുപേരും കൂടെ ചേർന്ന് എങ്ങനെയാ നനച്ചതെന്ന് പറഞ്ഞു. ഫസ്റ്റ് അവലിട്ടിട്ട് ഇച്ചിരി ശർക്കര ഇട്ടിട്ട് ഇച്ചിരി വെള്ളം നനച്ചു കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് തേങ്ങ ഇട്ട് നല്ലോണം ഇളക്കി അത് കഴിഞ്ഞിട്ട് കടലപ്പരിപ്പൊക്കെ ഇട്ട് എന്നിട്ട് നല്ലോണം ഇളക്കി
ആ ആയിഷ എന്തൊക്കെ ചെയ്ത്? ഞാൻ അവിലെടുത്തതിന് ശേഷം അതില് തേങ്ങയൊക്കെ ഇട്ട് തേങ്ങയും ശർക്കരയും ഒക്കെ ഇട്ട് പരിപ്പൊക്കെ ഇട്ടതിന് ശേഷം ഇളക്കി. രണ്ടുപേരും കൂടെ ചെയ്തപ്പോൾ രണ്ടുപേരുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. നീ വീട്ടിൽ പോയി തന്നെ ചെയ്യാവോ? ചെയ്യാം. ഓക്കെ. ഉണ്ടായിരുന്നു ഹന്നാനും ഉണ്ടാക്കിയപ്പോ? ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ചെയ്തപ്പോ ശരിയായി വന്നെന്ന് തോന്നുന്നു അല്ലയോ? വീട്ടിൽ ചെന്നപ്പോ ഉമ്മ പറഞ്ഞു തന്നോ എങ്ങനെ ഉണ്ടാക്കണ്ടേന്നൊക്കെ? എന്തോ പറഞ്ഞു തന്നു? അവളെ എനിക്കാനൊക്കെ പറഞ്ഞു തന്നു. അപ്പം തന്നെ ഇനി വീട്ടിൽ ചെന്നാൽ തന്നെ ചെയ്യുമോ? തമീം എന്താ പറയുന്നു? ഇനി പറഞ്ഞു തന്നില്ല അല്ലയോ? എന്താ ഉമ്മയെടുത്ത് ചോദിക്കാഞ്ഞേ? കണ്ടിട്ടുണ്ട്. ടീച്ചർ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു ഉമ്മമാരൊന്ന് പറഞ്ഞു തരണേന്ന്. എന്നാലും അന്നാനും അറിയാവുന്നതുകൊണ്ട് രണ്ടുപേരും കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അല്ലയോ? എങ്ങനെയുണ്ട്? ഇനി വീട്ടിൽ പോയി തന്നെ ഉണ്ടാക്കാവോ? ആ നൂറായും ഷിഫാനായും ആണ്. എന്താ പറയുന്നു? തുടങ്ങിയപ്പോ ഇങ്ങനെ ആവുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഇവളും കൂടി